അനുജ, കഴിഞ്ഞ ദിവസം ഈ താരങ്ങൾക്കെതിരായ ഒരു വാർത്താ സമ്മേളനം നടത്തിയാണ് ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ സിനിമാ സമരം പ്രഖ്യാപിക്കുന്നത്. അതിൽ ഈ താരസംഘടനയ്ക്കുമൊപ്പം താരങ്ങൾക്കുമൊക്കെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ജി സുരേഷ് കുമാറിനെതിരെ പരസ്യമായ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിനിടെയാണിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ ജി സുരേഷ് കുമാറിന് രൂക്ഷ വിമർശനം ഉയരുന്നത്. ആന്റണി പെരുമ്പാവൂർ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലാണ് സുരേഷ് കുമാറിനെതിരെയും ഈ സിനിമാ സമരത്തിനെതിരെയുമൊക്കെ അതിരൂക്ഷ വിമർശനമുള്ളത്. ഇങ്ങനെ ഒരു സിനിമാ സമരം പ്രഖ്യാപിക്കാൻ ആരാണ് ജി സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് കൂട്ടായിരുന്ന ഈ സിനിമാ നിർമ്മാണം നിർത്തിവെക്കാനും ഒപ്പം തിയേറ്ററിൽ അടച്ചിടാനും ഒക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇത് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഹപ്രവർത്തകരായ സിനിമാക്കാർക്കെതിരെയും ഈ സിനിമാ വ്യവസായത്തിനെതിരെയും ഒക്കെ സുരേഷ് കുമാർ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ എന്ത് ചേതോ വികാരത്തിലാണ് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യമാണ് ആന്റണി പെരുമ്പാവൂർ കുറിക്കുന്നത്. ഈ ജൂൺ 1 മുതലുള്ള സിനിമാ സമരം സിനിമാ വ്യവസായത്തിന് തന്നെ തിരിച്ചടിയാകും. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗമായ താൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരത്തെക്കുറിച്ച് യാതൊരു കൂടിയാലോചനയും ജി സുരേഷ് കുമാർ നടത്തിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡോ ജോസഫിനെ പോലെയുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിലെ മറ്റുള്ളവർ സുരേഷ് കുമാറിനെ തിരുത്തണം എന്നുകൂടി ഈ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അത് ഉൾപ്പെടെ സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനം ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു വലിയ പിളർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി ആന്റണി പെരുമ്പാവൂരിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണേണ്ടതുണ്ട്. ഒപ്പം അതിന് തൊട്ടു പിന്നാലെ പൃഥ്വിരാജ് ഈ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടകം തന്നെ കമൻറ്റ് സെക്ഷനിലടക്കം വലിയ പിന്തുണ ആന്റണി പെരുമ്പാവൂർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി അറിയേണ്ടതാണ്. ഈ ആന്റണി പെരുമ്പാവൂരിനൊപ്പമുള്ളവർ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. ജി സുരേഷ് കുമാറിൻ്റെ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്ന്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം 100 കോടി ക്ലബ്ബിലടക്കം കയറിയ സിനിമകളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ജി സുരേഷ് കുമാർ നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിമർശന വിധേയമാണ്. അതൊക്കെ അദ്ദേഹത്തെ തിരുത്താൻ ഒപ്പമുള്ള ആൻഡോ ജോസഫ് അടക്കമുള്ള ആളുകൾ തയ്യാറാകണമെന്നുകൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അനുജ.